ഇന്ന് രാവിലത്തെ ഫസ്റ്റ് സെഷനിൽ ആരാധന സമയത്ത് സ്തുതിപ്പിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഒരു ഉണർവും എന്തെന്നില്ലാത്തൊരു പ്രത്യേകത അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ആ യേശു കാവൽത്താൻ മലയിൽ യേശു ഗതസേമൻ തോട്ടത്തിൽ ആ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ രക്തം ഒഴുകിയ സഹനത്തെപ്പറ്റി സഹനം രക്ഷാകരമാണെന്നും ക്രിസ്തീയ സഹനം മൂല്യമുള്ളതാണെന്നും എല്ലാം അറിയാമായിരുന്നു. കുറേയൊക്കെ അറിവ് അക്കാര്യത്തിലുണ്ടെങ്കിലും ഈ പുതിയ കാഴ്ചപ്പാട്, അതായത് യേശുവിൻ്റെ ഈ രക്തം ചിന്തി ഇത് നമ്മുടെ പാപങ്ങൾ സ്വയം ശരീരത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് അവിടെ നിന്ന് ഇത്രമാത്രം വേദനിച്ചതെന്നും അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കാൻ മലാഹയെ പോലെ നമുക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കാൻ ഇന്ന് നമ്മളാണ് ഉള്ളതെന്നും നമ്മളുടെ സഹനങ്ങൾ കർത്താവിന് തിരുമുറി ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ആ ചിന്ത നമ്മളെ ഇനിയും കൂടുതൽ സ്പർശിക്കുവാൻ ഇടവന്നു. വളരെ മൃദു പറഞ്ഞതുപോലെ കരഞ്ഞ് കണ്ണീരൊഴുകാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ പശ്ചാത്താപം ജനിക്കേണ്ടതാണ്. പിന്നെ സഹനം, എനിക്ക് സംശയം ചോദിച്ചിരുന്നു. സഹനം മുഴുവൻ സഹനമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ പാപത്തിൻ്റെ പരിണിതഫലമായി ഉണ്ടാകുന്ന സഹനം, പിന്നെ ദൈവഹിത പ്രകാരമുള്ള സഹനം, മൂന്നാമത് ഏറ്റെടുക്കുന്ന സഹനം, അതാണ് രക്തസാക്ഷിത്വം. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ പാപത്തിൻ്റെ പരിണിതമായ സഹനം ഉണ്ടാകുമെങ്കിലും അത് നമുക്ക് രക്ഷാകരമാക്കി തീർക്കാൻ പറ്റും കർത്താവിൻ്റെ സഹനത്തോടെ ചേർത്ത് കാഴ്ചവെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും